ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു മെഷർമെൻറ്റ് ചാർട്ടാണ് കേട്ടോ, അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്, ഒത്തിരി ഡിലേ വന്ന് സോറി കേട്ടോ, ഫസ്റ്റിനെ സോറി പറയുവാണ്. കുറേ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുവാണേ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ബേസിക് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വട്ടാക്കുന്നില്ല. ബേസിക് ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാർട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈസ് എന്ന് പറയുമ്പോൾ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ, ഇങ്ങനെ ഇത്രയും സൈസസാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ്, വേസ്റ്റ്, ഷോൾഡർ, ഹിപ്സ്, ലെങ്ത്, സ്ലീവ്സ്, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ളൊരളവ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടോ, നമ്മുടെ സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് വരുന്നത് 36 ആണ് കേട്ടോ. 36/4 ആണ്. നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ 4ആയിട്ടല്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു, പിന്നെ ഇതിനെ 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടല്ലേ നമ്മളിതുപോലെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പം 36/4 ആണ് കേട്ടോ. അപ്പം നമ്മുടെ സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ 36 ആണ് ചെസ്റ്റ് വരുന്നത്, വേസ്റ്റ് വരുന്നത് 31, ഷോൾഡർ 13, ഹിപ്സ് എന്ന് പറയുമ്പോൾ 38, ലെങ്ത് 40, സ്ലീവ് 14 or 15 നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ലെങ്തിൽ നമുക്ക് ചിലപ്പോൾ വേരിയേഷൻ വരാം കേട്ടോ. ഇതേ നമ്മുടെ കറക്റ്റ് അളവിൽ നിന്നും ലെങ്തിൽ വേരിയേഷൻ വരാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ സ്മോൾ എന്ന് പറയുമ്പോൾ 36 ആണ് വന്നേക്കുന്നത്. അപ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ 38 ആണ്. 2 ഇഞ്ചിൻ്റെ വേരിയേഷൻ വീതമാണ് വരുന്നത് കേട്ടോ. സ്മോൾ 36, മീഡിയം 38, ലാർജ് എന്ന് പറയുമ്പോൾ 40, എക്സൽ 42, ഡബിൾ എക്സൽ 44, ട്രിപ്പിൾ എക്സൽ 46, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ലാർജാണ്. അപ്പോൾ ലാർജിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ലാർജാണ്. ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 40/4 ആണ്. അപ്പോൾ എനിക്ക് വരുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. പ്ലസ് 2 ഇഞ്ച് നമ്മൾ സീം കൊടുക്കുന്നുണ്ട്. സീം അലവൻസ് 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 12 എടുക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് മീഡിയം ആണെങ്കിൽ 38 ആണ്. 38/4 എത്രയാണെന്ന് നോക്കുക, 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹിപ്പ് പോർഷൻ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ സ്ലിറ്റഡ് ടോപ്പൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ 2 ഇഞ്ച് എടുക്കാൻ പാടില്ല കേട്ടോ. 1 ഇഞ്ച് മാത്രമേ എടുക്കാവൂ. നമുക്ക് വേസ്റ്റ് 2 ഇഞ്ച് കൊടുക്കാം, നമ്മുടെ ചെസ്റ്റ് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. പക്ഷേ നമ്മുടെ സ്ലിറ്റ് പോർഷൻ വരുമ്പോൾ അവിടെ നമുക്ക് 1 ഇഞ്ച് മാത്രം. നമ്മുടെ അളവ് എത്രയാണ്? അപ്പോൾ എൻ്റെ സ്ലിറ്റ് വരുന്നത് 10 ഇഞ്ചാണ്. പ്ലസ് ഞാൻ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. അങ്ങനെ 11 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് 44/4 എടുക്കാം. നമുക്ക് നമ്മുടെ ഹിപ്പ് സൈസ് എത്രയാണോ അത്രയും എടുക്കാം. അതിൻ്റെ കൂടെ 1 ഇഞ്ച്, നമ്മുടെ ഹിപ്പ് എത്രയാണോ 1 ഇഞ്ച് മാത്രമേ എടുക്കാവൂ. ബാക്കി നമുക്ക് വേസ്റ്റ്, ചെസ്റ്റൊക്കെ നമുക്ക് 2 ഇഞ്ച് എടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് സ്ലിറ്റ് വരുന്ന പോർഷനിൽ 1 ഇഞ്ച് മാത്രമേ എടുക്കാവൂ. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ മീഡിയം വരുന്ന 38, ലാർജ് 40, എക്സൽ 42, 44, 46, 2 ഇഞ്ച് മാത്രമാണ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ലാർജ് കണ്ടോ, നമുക്ക് ചെസ്റ്റ് വരുന്ന 40, വേസ്റ്റ് വരുന്നത് 35, ഷോൾഡർ വരുന്നത് 15 ആണ്, ഹിപ്പ് വരുന്നത് 42, ലെങ്ത് 42. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ കറക്റ്റ്. അപ്പോൾ നമുക്കിത് ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ലെങ്ത് എടുക്കുമ്പോൾ 44 or 45 ഒക്കെയാണ് എടുക്കുക. എനിക്ക് ഇത്തിരി അത്യാവശ്യം ലെങ്ത് ഇട്ട് നമുക്ക് ടോപ്പ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു 44 to 45 ഒക്കെ ഞാൻ എടുക്കാറേ. സ്ലീവ് ഞാൻ കറക്റ്റ് 16 അല്ലെങ്കിൽ 17 എടുക്കാറുണ്ട്. ഇത് ബേസിക് മെഷർമെൻ്റ് ആണ്. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഇഷ്ടം, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നത് ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്തണം. അതായത് സ്ലീവ് ഇപ്പോൾ 16 അല്ല ഇഷ്ടം, സ്ലീവിന് ഒരു 2 ഇഞ്ച് കൂടുതൽ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 18 എടുക്കാം. ഇപ്പം ബേസിക്കായിട്ട് 42 ആണ് ലെങ്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് എക്സ്ട്രാ വേണം. എനിക്ക് കുറച്ച് ലെങ്ത് കൂടുതൽ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അവിടെ +2 ഒരു 44 എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഈ മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് വേണ്ട ചില വേരിയേഷൻസ് നമുക്ക് വരുത്താം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ നെക്കും ഷോൾഡറും ആം ഹോളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇത് ബേസിക് മെഷർമെൻറ്റാണ്, ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഇത് ബേസിക്കായിട്ടുള്ള മെഷർമെൻറ്റാണ്. അതായത് സൈസ് എന്ന് പറയുമ്പോൾ സ്മോൾ ടു ട്രിപ്പിൾ എക്സൽ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് അളവ്, വേസ്റ്റ് അളവ്, ഷോൾഡർ, ഹിപ്സ്, ലെങ്ത്, സ്ലീവ്സ്, ഇത്രയായിട്ടുള്ള ബേസിക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സൈസ് ലാർജാണ്. ലാർജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നെക്ക് ലെങ്ത്, നെക്ക് ഡെപ്ത്ത്, നമ്മുടെ ആം ഹോൾ സൈസ്, ഷോൾഡർ,
ഒക്കെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം കേട്ടോ. ഓരോന്നിനും കറക്റ്റ് അളവുണ്ട് കേട്ടോ. ആ ഒരു കറക്റ്റ് അളവ് വെച്ചിട്ടാണ് നമുക്കിത് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇതാ ഞാനിവിടെ ലാർജ് സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സൈസ് ലാർജാണ്. അപ്പോൾ ഞാൻ ലാർജിനെ വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് XL ആണോ XXL ആണോ അല്ല മീഡിയം ആണോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ് പറഞ്ഞു തന്നു, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ലാർജ് സൈസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കണ്ടല്ലോ, നെക്ക് വിഡ്ത്ത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12, അതായത് എൻ്റെ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 12 എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല പിന്നെ നമുക്ക് വരുന്നത് നെക്ക് ലെങ്ത്, നെക്ക് ഡെപ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 8 ആണ്. 8 പ്ലസ് 0.25 കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 0.25 എത്രയാണ് അത് നമുക്ക് എടുത്ത് എഴുതാം. ഷോൾഡർ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12. അപ്പോൾ എൻ്റെ ചെസ്റ്റ് 40 ഡിവൈഡ് ബൈ 12 എത്രയാണ് ആൻസർ കിട്ടുന്നത് അത് ചെയ്യാം. ആം ഹോൾ എങ്ങനെയാണ്? ചെസ്റ്റ് ഡിവൈഡ് ബൈ 6. അപ്പോൾ 40 ഡിവൈഡ് ബൈ 6 ആണ് കേട്ടോ. ആം ഹോൾ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഡിവൈഡ് ബൈ 24 ആണ്. അപ്പോൾ 40 ഡിവൈഡ് ബൈ 24 ആണ് കേട്ടോ. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ചെസ്റ്റ് 40 ആണ്. അപ്പം ചെസ്റ്റ് ഡിവൈഡ് ബൈ 4. അപ്പോൾ 40 ഡിവൈഡ് ബൈ 4 എത്രയാണോ അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നെക്ക് വിഡ്ത്ത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞല്ലോ നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 ആണ്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് അളവ് 40 ആണ്. ലാർജ് എന്ന് പറയുമ്പോൾ 40 ആണ്. 40 ഡിവൈഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 3.33 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 3.5 എടുക്കും റൗണ്ട് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ ഇതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എങ്കിലും ഞാൻ ചെറിയ വേരിയേഷൻസ് വരുത്താറുണ്ട്. അപ്പോൾ ഞാൻ 3.5 എടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ആക്ച്വലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ് 3.33. പിന്നെ നമുക്ക് വരുന്നത് നെക്ക് ലെങ്ത് ആണ്. അപ്പോൾ ചെസ്റ്റ് ഡിവൈഡ് ബൈ 8 ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലസ് 0.25 ആഡ് ചെയ്യണം. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 0.25 അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് 5.25 ആണ് നെക്ക് ഡെപ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത്. പക്ഷെ ഞാൻ എടുക്കുന്നത് 5.5 ആണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണമെന്ന് തോന്നി ഞാൻ 5.5 എടുക്കാറുണ്ട്. ഇതാണ് നമുക്ക് നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഷോൾഡർ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ്. അതായത് ചെസ്റ്റ് 40 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ നമുക്ക് അതും ഇത് സെയിം നെക്ക് വിഡ്ത്തിൻ്റെ സെയിം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ, 3.33. അപ്പോൾ ഞാൻ ഇവിടെയും അതിനെ റൗണ്ട് ചെയ്ത് എന്ത് ചെയ്യും, 3.5 ആണ് എടുക്കാറ്. ഞാൻ പറഞ്ഞു ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഞാൻ കുറച്ചുകൂടെ ഒരു വേരിയേഷൻ വരുത്തിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്ന അളവും ഞാൻ പറയുന്നുണ്ട്, കറക്റ്റ് നമുക്ക് കിട്ടുന്ന അളവും ഞാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ആം ഹോൾ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6, അതായത് ലാർജ് 40 ആണ്. 40 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 6.66 ആണ് കിട്ടുന്നത്. അപ്പം ഞാൻ അവിടെയും ഇതാണ് എൻ്റെ കറക്റ്റ് 3/4 ആണ് എടുക്കുന്നത്. ഞാൻ 6.25 എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ 6.25 എടുക്കും. പക്ഷേ എനിക്ക് കറക്റ്റ് കിട്ടിയിരിക്കുന്നത് 6.66 ആണ് കേട്ടോ. ഇനി ആം ഹോൾ ഡെപ്ത്ത് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ചെസ്റ്റ് ഡിവൈഡ് ബൈ 24, അതായത് 40 ഡിവൈഡ് ബൈ 24 ഈസ് ഈക്വൽ ടു 1.66 ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് നമുക്ക് ആക്ച്വൽ കിട്ടിയ കറക്റ്റ് സൈസാണ്. ഞാനിവിടെ 1.25 എടുക്കാം കേട്ടോ. ഞാനിവിടെ 1.25 എടുക്കാറ്. ചെസ്റ്റ് എൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ 40യുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ 40 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 10 ആണ് കേട്ടോ. 10 പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് ഇടണം കേട്ടോ. ഇവിടെ നമുക്ക് സീം അലവൻസ് വേണം, എല്ലായിടും സീം അലവൻസ് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ 40 ഡിവൈഡ് ബൈ 4 10 ആണ്, പ്ലസ് 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുത്ത് ചെസ്റ്റ് ഞാനിവിടെ 12 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാർജ് സൈസിൻ്റെ കറക്റ്റ് അളവ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യുമ്പോഴും സീം അലവൻസ് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ആംഹോൾ ഡെപ്തിനും നമുക്ക് സീം അലവൻസ് വേണ്ട. നമുക്ക് എവിടെയാണോ നമുക്ക് സീം കൊടുക്കേണ്ടത് അവിടെ നമുക്ക് 2 ഇഞ്ച് പ്ലസ് കൊടുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാർജ് സൈസിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സൽ ആണ് വേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സൽ വെച്ച് ചെയ്യാം. അതായത് എക്സൽ എന്ന് പറയുമ്പോൾ 42 അല്ലേ, 42 ഡിവൈഡഡ് ബൈ 12 നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. നെക്ക് ലെങ്ത് 42 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 0.25.
അപ്പോൾ ഇതേ മെഷർമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ഈ ലാർജ് സൈസ് എന്നുള്ളത് നിങ്ങൾക്ക് മീഡിയം ആണെങ്കിലോ എക്സൽ ആണെങ്കിലോ ഡബിൾ എക്സൽ ആണെങ്കിലോ ട്രിപ്പിൾ എക്സൽ ആണെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്തിരുന്നാൽ മതി. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസിക് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ബേസിക് മെഷർമെൻറ്റ് ഇതാണ്. സൈസ് ചാർട്ട് സ്മോൾ ടു ട്രിപ്പിൾ എക്സൽ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബേസിക് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഈ ബേസിക് മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മുടെ സൈസിന് എത്രയാണോ നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലാർജ് സൈസിനാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതേ മെഷർമെൻറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് എക്സലോ ഡബിൾ എക്സലോ ട്രിപ്പിൾ എക്സലോ അല്ലെങ്കിൽ മീഡിയം ആണോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈസ് ചാർട്ട് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടല്ലോ, അപ്പോൾ ഞാൻ ലാർജ് സൈസിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ഇതേ ഫോർമുല അപ്ലൈ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഒത്തിരി പേര് ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ബിഗിനേഴ്സിന് ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.